ABC മണ്ഡലയാത്ര ഇന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ VVIP മണ്ഡലത്തിലേക്ക് പോവുകയാണ്. കണ്ണൂരിലെ ധർമ്മടം മണ്ഡലം. തീർച്ചയായിട്ടും മണ്ഡലത്തിൻ്റെ ചരിത്രവും വർത്തമാനവും ഞങ്ങൾ പറയും, കണക്കുകളും വിചാരങ്ങളും ഞങ്ങൾ അവതരിപ്പിക്കും. മണ്ഡലത്തിൻ്റെ ഭാവി നിർണ്ണയിക്കേണ്ടത് തീർച്ചയായും വോട്ടർമാരാണ്. നിങ്ങൾക്ക് അവസരമുണ്ട്. ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം നൽകിയിരിക്കുന്ന അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് NDA, LDF, UDF ആരായിരിക്കും ധർമ്മടത്തെ വിജയി എന്ന് പ്രവചിക്കാം. മണ്ഡലം ധർമ്മടമാണെങ്കിൽ, ധർമ്മടം മണ്ഡലം ഉണ്ടായിട്ട് 3 തെരഞ്ഞെടുപ്പേ ആയുള്ളൂ. അതിൽ 2ഉം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മണ്ഡലമാണ്. അതുകൊണ്ട് പിണറായിയുടെ മണ്ഡലം എന്നാണ് ധർമ്മടം ഇപ്പോൾ അറിയപ്പെടുന്നത്. ധർമ്മടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയും അതായിരിക്കും. ഈ മണ്ഡലം 2003 തവണയാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ ഡീലിമിറ്റേഷൻ പ്രകാരം മണ്ഡലത്തിൻ്റെ ഈ പ്രാദേശികമായ ചില മാറ്റങ്ങളൊക്കെ വന്നുവെങ്കിലും 140 തന്നെ എത്തി നിൽക്കുകയായിരുന്നു. അതിൽ ഒരു മണ്ഡലമാണ് ധർമ്മടം എന്ന് പറയുന്നത്. സർ, നമുക്ക് അതിൻ്റെ പാർലമെൻറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കാം. 19ഉം 24ഉം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിലാണ് ഈ പറയുന്ന ധർമ്മടം നിയമസഭാ മണ്ഡലം വരുന്നത്. ഈ കണ്ണൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് 1977 രൂപീകൃതമാകുന്നത്. അതിനു മുമ്പ് അതിനെ തലശ്ശേരി ലോക്സഭാ മണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ 1957 ആദ്യ തെരഞ്ഞെടുപ്പിൽ ജനചന്ദ്രനാണ് അവിടെ ജയിച്ചത്, കോൺഗ്രസ് സ്ഥാനാർത്ഥി. ജനചന്ദ്രൻ്റെ എതിരാളി എന്ന് പറയുന്നത് SK പൊറ്റക്കാടായിരുന്നു. വലിയ പ്രത്യേകതകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വതന്ത്രമായിട്ട് മത്സരിച്ചാണ്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ 1962 വീണ്ടും SK പൊറ്റക്കാട് അവിടെ സ്വതന്ത്രമായിട്ട് മത്സരത്തിന് ഇറങ്ങുന്നു. LDF പിന്തുണയോടെ അദ്ദേഹം ജയിച്ചേറി. അങ്ങനെ SK പൊറ്റക്കാട് MP ആയത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മണ്ഡലത്തിൽ നിന്നായിരുന്നു. പിന്നീടാണ് ഇത് 1977 കണ്ണൂർ മണ്ഡലമായിട്ട് വരുന്നത്. അതിനു മുമ്പ് അവിടെ CK ചന്ദ്രപ്പനും അതുപോലെ തന്നെ പാട്യം ഗോപാലനും രണ്ടുപേരും അവിടെ നിന്ന് മത്സരിച്ച് ലോക്സഭയിലേക്ക് പോയിട്ടുണ്ട്. കണ്ണൂരിലേക്ക് വന്നപ്പോൾ, അതായത് കണ്ണൂർ ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചപ്പം ആദ്യം അവിടെ മത്സരിക്കാൻ ഇറങ്ങിയത് CK ചന്ദ്രപ്പനാണ്. വീണ്ടും അവിടെ ജയിച്ചു. അപ്പോൾ തലശ്ശേരി മണ്ഡലത്തിൽ നിന്നും ജയിച്ചു, ഈ പറയുന്ന കണ്ണൂർ മണ്ഡലത്തിൽ അദ്ദേഹം ജയിച്ചു കയറുന്നുണ്ട്. പിന്നീട് 1980 കോൺഗ്രസ് Iയിലെ N രാമകൃഷ്ണൻ കോൺഗ്രസ് Uയിലെ കുഞ്ഞമ്പൂവിനെ തോൽപ്പിച്ചു. അപ്പോൾ കോൺഗ്രസ് Iയും Uവും തമ്മിൽ മത്സരം നടന്ന ഒരു സമയമാണ്. DCC പ്രസിഡന്റ് N രാമകൃഷ്ണൻ. അതെ. അതിനുശേഷം പിന്നീട് തുടർച്ചയായിട്ട് 5 തവണ അവിടെ നിന്ന് ജയിക്കുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഒരു തേരോട്ടം എന്ന് പറയാം. ആദ്യം 84 പാട്യം രാജനെ തോൽപ്പിക്കുന്നു. പിന്നീട് 89 P ശശിയെ തോൽപ്പിക്കുന്നു. അതിനുശേഷം 98 ഇബ്രാഹിം കുട്ടി എന്ന് പറയുന്ന നേതാവിനെയാണ് തോൽപ്പിച്ചത്. അദ്ദേഹം പിന്നീട് മന്ത്രിയൊക്കെ ആയതാണ്. 1996 അദ്ദേഹം വീണ്ടും 96-ലും 98-ലും വിജയിക്കുന്നുണ്ട്. AC ഷൺമുഖദാസിനെയൊക്കെ അദ്ദേഹം പരാജയപ്പെടുത്തിയ. അങ്ങനെ ഈ പറയുന്ന മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഒരു ജൈജാൻറ്റിക് പേഴ്സണായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ആ സമയത്ത് CPM ഒരു യുവ നേതാവിനെ അവതരിപ്പിക്കുകയാണ്. 1999 AP അബ്ദുള്ളക്കുട്ടി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അബ്ദുള്ളക്കുട്ടി 10,247 വോട്ടിന് ഈ മുല്ലപ്പള്ളിയെ തോൽപ്പിച്ചു. അന്ന് കോൺഗ്രസ് നേതാക്കൾക്കല്ല, കേരളത്തിൽ തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു മുന്നേറ്റമായിരുന്നു. കാരണം DYFI നേതാവായിരുന്നു. അപ്പോൾ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ, കാരണം ഒരു തവണ പറ്റിപ്പോയതാണ്, അതുകൊണ്ട് ഇത്തവണ വിജയിക്കുമെന്ന് പറഞ്ഞിട്ട് ഉറപ്പായിട്ടും ഈ മുല്ലപ്പള്ളിക്ക് വീണ്ടും മത്സരിക്കാനായിട്ട് ഇറങ്ങേണ്ടി വരുന്നു. 2004 അന്ന് AP അബ്ദുള്ളക്കുട്ടി ശരിക്കും ഒരു അത്ഭുത കുട്ടിയായിട്ട് മാറി. കാരണം ആദ്യ തവണ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നെങ്കിൽ രണ്ടാം തവണ 83,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അബ്ദുള്ളക്കുട്ടി നേടിയത്. അത് കേരളത്തിലെ ആകെ ചർച്ചാ വിഷയമായി മാറിയ ഒരു വിഷയം കൂടിയായിരുന്നു. പിന്നീട് അവിടെ ഈ 2009 K സുധാകരൻ ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഇറങ്ങി. CPMനെ കണ്ണൂരിൽ കൃത്യമായിട്ട് വെല്ലുവിളിക്കാൻ കഴിഞ്ഞ ഏക കോൺഗ്രസ് നേതാവ് K സുധാകരനാണ്. അപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഇറങ്ങുന്നു. അന്ന് K സുധാകരൻ്റെ എതിരാളിയായിട്ട് വരുന്നത് KK രാഗേഷ് ആയിരുന്നു. KK രാഗേഷിനെ അന്ന് പരാജയപ്പെടുത്തുന്നു. തൊട്ടടുത്ത വർഷം 2014 ആയപ്പോഴേക്കും PK ശ്രീമതി എന്ന് പറയുന്ന വനിതാ നേതാവിനെ CPM രംഗത്തിറക്കി. അങ്ങനെ K സുധാകരനെ അട്ടിമറിച്ചുകൊണ്ട് ശ്രീമതിയാണ് ലോക്സഭയിലേക്ക് പോകുന്നത്. തൊട്ടടുത്ത വർഷം വീണ്ടും ശ്രീമതിയും K സുധാകരനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതായത് 2019 തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വിജയം K സുധാകരൻ്റെ ഒപ്പം നിൽക്കുന്നു. അങ്ങനെ PK ശ്രീമതി വിജയിക്കുകയും ചെയ്തു, പരാജയപ്പെടുകയും ചെയ്തു. ഇതിനുശേഷമാണ് 2024 വീണ്ടും K സുധാകരൻ മത്സരിക്കുന്നത്. K സുധാകരനാണ് ഇപ്പം നിലവിൽ MP. ശരിക്കും പറഞ്ഞാൽ 2019 തെരഞ്ഞെടുപ്പിൽ UDFന് 45.1% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ അത് 43.2% കുറഞ്ഞു. UDF വോട്ട് അപ്പോൾ നേരിയ കുറവാണ്. LDFന് 47.7% ഉണ്ടായിരുന്നത് 44.8% കുറഞ്ഞു. അപ്പം LDFനും UDFനും ഒരുപോലെ വോട്ട് കുറഞ്ഞു. അത് എവിടെ പോയെന്ന് ചോദിച്ചാൽ 2019 NDAക്ക് 5.4% വോട്ടാണ്. അത് ഒറ്റയടിക്കും 5 വർഷം കഴിഞ്ഞപ്പോൾ 10.4% കൂടി.
അപ്പോൾ 5% വോട്ട് ഷെയർ BJPക്ക് വർദ്ധിച്ചു. ഈ പോയത് UDF-ൽ നിന്നും LDF-ൽ നിന്നുമാണ്. ഈ തെരഞ്ഞെടുപ്പിലാണ് പിണറായി വിജയന്റെ വാർഡിൽ പോലും BJP ലീഡ് ചെയ്തു എന്ന് പറയുന്നത്. അത് ചരിത്രം കുറിച്ച ഒരു സംഗതിയാണ്. എന്തായാലും ഒരു അത്ഭുത മണ്ഡലമാണ് ഈ കണ്ണൂർ. പൊതുവെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു കണക്ക് നോക്കുമ്പോൾ തലതൊട്ടപ്പന്മാർ മത്സരിച്ച പാട്യം ഗോപാലൻ തൊട്ട് SK പൊറ്റക്കാട് വമ്പന്മാരൊക്കെ, ചന്ദ്രപ്പനും CK ചന്ദ്രപ്പൻ CPI-യുടെ ഏറ്റവും മുതിർന്ന നേതാവല്ലേ, അവരൊക്കെ ജയിച്ചു. അവരിൽ നിന്ന് അത്ഭുതത്തോടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരിച്ചു പിടിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ AP അബ്ദുള്ളക്കുട്ടി ഞെട്ടിച്ചു കളഞ്ഞു. AP അബ്ദുള്ളക്കുട്ടി ഇപ്പോ CPM-ലോ കോൺഗ്രസിലോ ഇല്ല. AP അബ്ദുള്ളക്കുട്ടി പിന്നീട് കോൺഗ്രസ്സായി, കോൺഗ്രസിൽ നിന്ന് BJP ആയി. അതാണ് ഒരു വല്ലാത്ത പരിണാമമാണത്. അല്ല, അതിനകത്ത് ഒരു കാര്യം കൊണ്ട്, ഈ AP അബ്ദുള്ളക്കുട്ടി MP ആയിരുന്നപ്പോൾ, CPM-ന്റെ MP ആയിരുന്നപ്പോഴാണ് ഗുജറാത്ത് സന്ദർശിക്കുന്നത്. അന്ന് അവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വികസന കാഴ്ചപ്പാടൊക്കെ കൊണ്ടുവന്ന് കേരളത്തിൽ വലിയ പ്രസംഗമൊക്കെ നടത്തി. അതായിരുന്നു ശരി. അബ്ദുള്ളക്കുട്ടിയുടെ ടേൺ ആയിട്ട് അദ്ദേഹം പറയുന്നത് ഗുജറാത്ത് യാത്രയാണ്. ഗുജറാത്തിൽ വന്ന വികസനത്തിന്റെ ഒരു മോഡൽ. നമ്മളിപ്പോൾ ഇന്ന് ഈ കേൾക്കുന്ന വികസനം എന്ന മന്ത്രം ഉണ്ടല്ലോ, അത് കേരളത്തെ ആദ്യം BJPക്ക് വേണ്ടി പഠിപ്പിക്കാൻ ശ്രമിച്ച ഒരാൾ അബ്ദുള്ളക്കുട്ടിയാണ്. പക്ഷേ ഈ വരവ് നമ്മൾ നോക്കുമ്പോൾ ഈ മുൻകൂട്ടിയുള്ള രാഷ്ട്രീയ യാത്ര തീരുമാനിച്ച് വെച്ചിട്ട് ഗുജറാത്തിലേക്ക് പോയതാണെന്ന് കൂടി നമ്മൾ അല്ലല്ല, അത് പറയല്ല. അത് അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിലേക്കല്ലേ പോയത്? അന്ന് കോൺഗ്രസിലേക്കാണ് പോയത്. പക്ഷേ തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നോക്കുമ്പോൾ എളുപ്പമുണ്ട്. കാരണം നിയമസഭ ആകെ 3 തെരഞ്ഞെടുപ്പ് അവിടെ നടന്നുള്ളൂ. 2011 അല്ലേ ആ മണ്ഡലം വന്നത്. 2011 വന്ന മണ്ഡലത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇപ്പോൾ പിണറായി അല്ലാത്ത ഒരാൾ മത്സരിച്ച് ജയിച്ചത്. CPM നേതാവ് തന്നെയാണ്. KK നാരായണൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2016-ലും 2021-ലും പിണറായി വിജയനാണ് ജയിച്ചത്. പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം അദ്ദേഹം ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്നതാണ് ഈ 2 തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഏറ്റവും ഇപ്പോൾ ഈ 2 തെരഞ്ഞെടുപ്പുകളെ കണക്ക് നോക്കിയാൽ 2016-ലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കുമ്പോൾ അവിടെ മൊത്തം വോട്ടർമാർ 1,84,431. 83.3 ആയിരുന്നു പോളിംഗ് ശതമാനം. അതുകൊണ്ട് തന്നെ മൊത്തം പോൾ ചെയ്ത വോട്ടുകളിൽ നിന്ന് അന്ന് പിണറായി വിജയന് അല്ലെങ്കിൽ LDF-ന് 56.84% വോട്ട് നേടാൻ സാധിച്ചു. വിക്ടറി അന്നത്തെ മാർജിൻ 36,000 അല്ല, ഏതാണ്ട് 37,000-ഓളം, 36,905 ആയിരുന്നു അദ്ദേഹത്തിന്റെ ലീഡ്. മമ്പറം ദിവാകരൻ എന്ന കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹത്തിനെതിരായി മത്സരിച്ചത്. അദ്ദേഹം അന്ന് 50,000 വോട്ട് പിടിച്ചു, 50,424 വോട്ട് പിടിച്ചു. BJP വളരെ അത്രയേറെ ഒരു വലിയ ഷോ അന്ന് കാണിച്ചിട്ടില്ല. BJPയുടെ നേതാവായിട്ട് മോഹനൻ മാനന്തേരി എന്ന BJP നേതാവ് മത്സരിച്ചു. 12,763 വോട്ടേ പിടിച്ചുള്ളൂ. ഇതാണ് 2016-ലെ കണക്കെങ്കിൽ 2021-ലേക്ക് വരുമ്പോൾ ചിത്രം വല്ലാതെ മാറുന്നുണ്ട്. പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം പോളിംഗ് വോട്ടർമാരുടെ എണ്ണത്തിൽ 10,000-ഓളം 9,000 വോട്ടിന്റെ വർധനവുണ്ടായി. എന്നാൽ പോളിംഗ് ശതമാനം ഒന്ന് കുറയുകയാണ് ചെയ്തത്. പിണറായി വിജയൻ വളരെ വളരെ ഉഗ്രപ്രഭാവത്തോടെ മത്സരിച്ച ഏറ്റവും ഒടുവിലത്തെ 2021-ലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പോളിംഗിൽ തന്നെ കുറവ് കാണിച്ചു. എന്നാൽ അതേ സമയത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും മൊത്തം വോട്ടർമാരുടെ എണ്ണത്തിൽ 10,000-ഓളം വർധനവ് വന്നതുകൊണ്ട് പിണറായി വിജയന് 3% വോട്ട് അധികം കിട്ടി. എന്ന് പറഞ്ഞാൽ മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ 59%-ഓളം വോട്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടിയത് 56% വോട്ടായിരുന്നെങ്കിൽ പോൾ ചെയ്ത വോട്ടിൻ്റെ 59.61% പിണറായി വിജയൻ പിടിച്ചു. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഭൂരിപക്ഷവും വർദ്ധിച്ചു. ഭൂരിപക്ഷം 50,000 എന്ന് വെച്ചാൽ 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. പക്ഷേ കണ്ണൂരിലെ 50,000 ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒന്നുമല്ല. കാരണം നമുക്ക് തൊട്ടടുത്ത മണ്ഡലങ്ങളിലൊക്കെ ഇതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷം. മട്ടന്നൂരിൽ KK ശൈലജ ടീച്ചർ അന്ന് 60,000 വോട്ടിന് ലീഡ്. പിണറായി സർവകാല റെക്കോർഡാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് തൊട്ടപ്പുറത്ത് ശൈലജ ടീച്ചറെ പോലെ ഒരാൾ പിണറായി വിജയന് വലിയ താല്പര്യം ഇല്ലാതിരുന്നിട്ട് കൂടി ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു. ഉറപ്പാണ്. ആലോചിച്ചു നോക്കി, എന്തിനേറെ പറയുന്നു, തൊട്ടപ്പുറത്ത് പയ്യന്നൂരിൽ ഇത്രയൊന്നും പ്രധാനമല്ലാത്ത, സംസ്ഥാനത്തിൽ അറിയപ്പെടുക പോലും ചെയ്യാത്ത TI മധുസൂദനൻ എന്ന യുവനേതാവ് മത്സരിച്ചിട്ട് 49,000 വോട്ട് ലീഡ് നേടി. പിണറായി കിട്ടിയ അതേ ലീഡ്. എന്തിനാണ്? നമുക്ക് AN ഷംസീർ എന്ന് പറഞ്ഞ അന്ന് ആളുകൾ ഇങ്ങനെ വളരെ പരിഹസിക്കുന്ന ട്രോൾ എന്നൊരു നേതാവാണ്. അവന് പോലും, ഷംസീറിന് പോലും കിട്ടി 36,000 ലീഡ്. അതുകൊണ്ട് കണ്ണൂരിൽ ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ 50,000 വോട്ട് ലീഡ് നേടി എന്നതൊന്നും ഒരു സുപ്രധാനമായ സംഗതിയല്ല. എന്നാലും 50,000 വോട്ട് ലീഡുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ കാണണം. രണ്ടാമതൊരു കാരണം കൂടി, അന്നാ ഭൂരിപക്ഷം കൂടിയതിൻ്റെ ഒരു കാരണം കോൺഗ്രസിനകത്ത് എതിർ സ്ഥാനാർത്ഥി ആര് നിർത്തുന്നതിനെ കുറിച്ചൊക്കെ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാന നിമിഷമാണ് C രഘുനാഥൻ എന്ന കോൺഗ്രസ് നേതാവ് സ്ഥാനാർത്ഥിയായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തൊട്ടു മുമ്പുള്ള സ്ഥാനാർത്ഥി മമ്പറം ദിവാകരന് കിട്ടിയതിനേക്കാൾ 5,000 വോട്ട് കുറച്ചേ കിട്ടിയുള്ളൂ. അത് പിണറായി വിജയന്റെ പ്രഭാവമാകാനിടയില്ല. കാരണം പിണറായി വിജയൻ അതിന് മുമ്പും പിണറായി വിജയൻ തന്നെയാണ്.
മുഖ്യമന്ത്രിയായി വന്നു എന്നതിൻ്റെ ഒരു പ്രഭാവം ഉണ്ടാവാം. എന്തായാലും 5000 വോട്ട് കുറച്ചേ കിട്ടിയുള്ളൂ. പക്ഷേ BJPയുടെ ഏറ്റവും പ്രമുഖനായ നേതാവ് CK പത്മനാഭനാണ് അന്ന് എതിർ സ്ഥാനാർത്ഥിയായി വന്നത്. അദ്ദേഹത്തിന് പക്ഷേ തൊട്ടു മുമ്പ് മത്സരിച്ചിരുന്ന മോഹനൻ മാനന്തേരിയേക്കാളും 2000 വോട്ട് അധികം പിടിച്ചു. അപ്പോഴും BJPയുടെ ആ മണ്ഡലത്തിലെ സാന്നിധ്യം 14,623 എത്തിയുള്ളൂ എന്നതാണ് ഇപ്പോൾ ഉള്ള ഒരു യാഥാർത്ഥ്യം. നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നോക്കുമ്പോഴും BJPയുടെ സ്ഥിതി വളരെ പരിഗണനയാണ്, താരതമ്യം വളരെ കുറവാണ്. പക്ഷേ ധർമ്മടത്ത് 50,911 കോൺഗ്രസ് പിടിച്ചപ്പോൾ 67,411 ആണ് നിയമസഭ. ഇതിൽ വളരെ ശക്തമായി ധർമ്മടം ഇപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് നമ്മളെ കാണിക്കുകയാണ്. BJP വീണ്ടും വളരെ പരിഗണനയിലാണ്. അപ്പോൾ ഇതാണ് ഒരു പൊതു പരിവേഷമെങ്കിലും ഇതിനകത്ത് ഒരു കാര്യം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം സാർ. ഇതിനകത്ത് സാധാരണഗതിയിൽ നമ്മുടെ ഈ മാഷ് നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ആ കേഡർ വോട്ട്സ് ഇപ്പോൾ താരതമ്യേന അങ്ങനെ പ്രശസ്തരല്ലാത്ത ആൾക്കാർ നിന്നാൽ പോലും ഈ 40, 39 ഒക്കെ കിട്ടുന്നൊരു അവസ്ഥയുണ്ട്. അവിടെ ഇപ്പോൾ MP രാഘവൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിന്ന് ഈ ശോഭാ സുരേന്ദ്രൻ BJP നിന്ന്, ഇപ്പോൾ ചേർത്തലയിൽ നിന്ന് AK ആന്റണി വന്നിവിടെ മത്സരിച്ചിട്ടുണ്ട്, K കരുണാകരൻ, ഇങ്ങനെ പലയിടങ്ങളിൽ ചെന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് മത്സരിക്കുകയും അവിടെയൊക്കെ പാർട്ടിയുടെ വേരോട്ടം കൂടുതൽ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടുന്ന നേതാക്കൾ ഈ ശക്തി ദുർഗത്തിൽ മാത്രമേ മത്സരിക്കൂ എന്നൊരു അവസ്ഥയുണ്ട്. പിണറായി വിജയൻ 50,000 ഭൂരിപക്ഷമുണ്ട്, ഒട്ടും കുറവുള്ള ഭൂരിപക്ഷം. പക്ഷേ അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിൽ കൂടെ വന്ന് മത്സരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഒരു വ്യക്തിപ്രഭാവവും ജനകീയതയും ചോദ്യം ചെയ്യപ്പെടാനാവാത്തതാകുന്നത്. പക്ഷെ അതിന് ഒരുങ്ങാത്തതും ഒരു പാർട്ടിയുടെ വളർച്ചയ്ക്ക് വിഘാതം നിൽക്കുന്ന ഒരു ചെറിയ വിഷയങ്ങൾ. സംശയാസ്പദമായൊരു കാര്യം, ഏറ്റവും ഒടുവിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ സ്വന്തം വാർഡിൽ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തോടുള്ള പ്രതിഷേധ സൂചകമായി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ശ്രദ്ധേയമാകുമെന്നതുകൊണ്ട് അത് പിണറായി അവിടുത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിയുടെ MV ജയരാജനായിരുന്നു തോന്നുന്നു സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ ലീഡിനെ ഗണ്യമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിപൂർവ്വം പിണറായി വിജയൻ്റെ വാർഡിൽ പോയി BJPക്ക് വോട്ട് ചെയ്ത് ലീഡുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിനകത്ത് ശക്തമായ ജനമനസ്സിൻ്റെ ഒരു പ്രതിഷേധം, അമർഷം നിലകൊള്ളുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. അവർക്ക് ആര് ജയിക്കുമെന്ന് പ്രവചിക്കാനുള്ള അവസരം വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ തുറന്നു വെക്കുന്നു. അപ്പോൾ ഈ കണ്ണൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തെ ചെറുതായിട്ട് കാണരുത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, KK ശൈലജ ഇവരൊക്കെ മത്സരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. സുപ്രധാനമായ ഒരു ജില്ലയാണ്. കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ധർമ്മടം. തീർച്ചയായിട്ടും 50,000 വർദ്ധിക്കുമോ അതോ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ടോ ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മുടെ പ്രേക്ഷകർക്ക് ഈ പ്രവചിക്കാനുള്ള അവസരം ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.